ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു അഡ്മിഷൻ്റെ സ്കൂൾ ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് ഒരു കുട്ടിയുടെ അമ്മുമ്മ വന്നിട്ട് പറഞ്ഞു അവർക്കിപ്പോൾ പൈസയൊന്നും അടയ്ക്കാൻ സ്ഥിതിയില്ല. അപ്പം കുറച്ച് പൈസ ഒന്ന് അടച്ചിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഒരു അഡ്മിഷൻ കിട്ടിയേനെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിട്ട് ഞാൻ സ്കൂളിലൊന്ന് അന്വേഷിച്ചപ്പോൾ ശരിയാണ്, അവർക്ക് കുറച്ച് പൈസയും കൂടെ അടയ്ക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു 70% മേളിൽ മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം അവന് ചിലപ്പോൾ പഠിക്കാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും അങ്ങനെ ഒരു പരിപാടിക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അങ്ങനെ സഹായം ചെയ്യാനായിട്ട് നമ്മൾക്ക് ജോലി ചെയ്ത് കിട്ടുന്ന പൈസയിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ വരുമാനങ്ങളും കാര്യങ്ങളും ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇതുപോലെ കാണുന്ന നല്ലവരായ ആൾക്കാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്നൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള കുറേ ആൾക്കാരെ നമുക്ക് സഹായിക്കാൻ പറ്റും. ഇതുപോലെ തന്നെ വീട് വയ്ക്കുന്നതിൻ്റെ ആവശ്യത്തിനൊക്കെ തീരെ പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ കുറച്ച് ഫണ്ടൊക്കെ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ അതിപ്പോൾ നമ്മളിപ്പോൾ ഒരെണ്ണം ഇപ്പോൾ ചെയ്യാനായിട്ട് ഇങ്ങനെ താല്പര്യപ്പെട്ട് നിൽക്കുവാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വീഡിയോ കാണുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനലിനകത്തുനിന്ന് കിട്ടുന്ന വരുമാനത്തിൽ മുഴുവൻ എമൗണ്ടും നമുക്ക് ഇതുപോലെയുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെപ്പോലുള്ള നല്ലവരായ ആൾക്കാർ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് കയറുകയാണ്. സ്കൂളിലേക്ക് വാതിൽക്ക് തന്നെ നല്ല രീതിയിലൊക്കെ ഗാർഡനൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ നേരെ അകത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് ആണ് ഒരു ആളോട് ചോദിച്ചോ പറഞ്ഞു ഒരു മദറിൻ്റെ അടുക്കലാണ്. അപ്പോൾ ആ മദറിൻ്റെ അടുക്കൽ ചെന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്കത് അടയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അങ്ങനെ അടയ്ക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്തു തന്നു. അങ്ങനെ എന്നെ പെട്ടെന്ന് തന്നെ അവർ അവിടുന്ന് ഒഴിവാക്കി തന്നു ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത്. അങ്ങനെ ഞാൻ സ്കൂളിൽ നിന്ന് നേരെ ഇറങ്ങി നേരെ ഈ പറയുന്ന നമ്മളുടെ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു. അവർ നേരെ ഈ വീട്ടുകാരെയും വിളിച്ചു പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കുട്ടിക്ക് അഡ്മിഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവർ പറഞ്ഞ എമൗണ്ട്, സ്കൂളിലെ ഒരു എമൗണ്ട് അടച്ച് നമ്മൾ ആ കുട്ടിക്ക് ഒരു അഡ്മിഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ 8-ാം തീയതി മുതൽ ക്ലാസ് തുടങ്ങും എന്നാണ് പറയുന്നത്. അപ്പോൾ നാളെ മുതൽ അവർക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ അത് കാരണം ഇന്ന് അടയ്ക്കണം, ഫൈനൽ ഡേറ്റ് ആയിരുന്നു ഇന്ന്. അപ്പോൾ അത് കാരണം ഇന്ന് ഞാനിപ്പോൾ വന്ന് അടച്ചു കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ ആ കുട്ടിക്ക് ഒരു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇപ്പോഴും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അത് കാരണം നിങ്ങളെപ്പോലെയുള്ള നല്ലവരായ ആൾക്കാർ ഇതുപോലെയുള്ള നമ്മുടെ ചാനലുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് പല സഹായങ്ങളും ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.